നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ കേരളത്തിന് ചരിത്ര നേട്ടമെന്ന് നടനും സംവിധായകനുമായ ബേസിൽ ജോസഫ്. മഹാനടൻ മമ്മൂട്ടിക്ക് 4ാമതും കിട്ടിയ ദേശീയ പുരസ്കാരം ഓരോ മലയാളിയുടെയും തിളക്കമാണെന്നും ബേസിൽ ജോസഫ്. മമ്മൂട്ടിക്കൊപ്പം തന്നെയും അവാർഡിന് പരിഗണിച്ചതിൽ അഭിമാനവും സന്തോഷവും ഉണ്ടെന്ന് ആസിഫ് അലി. തന്റെ പേര് ലിസ്റ്റിലുണ്ടെന്നറിഞ്ഞപ്പോൾ വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നുവെന്നും മലയാളത്തിലേക്ക് വീണ്ടും കേന്ദ്ര ചലച്ചിത്ര അവാർഡ് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ആസിഫ് അലി. കഞ്ചിക്കോട് ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികളെ യാതൊരു കാരണവുമില്ലാതെ തല്ലിയ അധ്യാപകനെ പിരിച്ചുവിടണമെന്ന് പുതുശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. PT പീരിയഡ്സിൽ കളിക്കാനിറങ്ങിയ വിദ്യാർത്ഥികളെയാണ് കായികാധ്യാപകൻ ചൂരൽ കൊണ്ട് ക്രൂരമായി മർദ്ദിച്ചത്. 16 പെൺകുട്ടികൾ ഉൾപ്പെടെ 27 കുട്ടികളെ മർദ്ദിച്ചെന്ന രക്ഷിതാക്കളുടെ പരാതിയിൽ കേസെടുത്ത് വാളയാർ പോലീസ്. കർഷകരോടും തൊഴിലാളികളോടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്ന് കേരള കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK രാജേന്ദ്രൻ. കേരള കർഷക സംഘം ഒറ്റപ്പാലം ഏരിയ സമ്മേളനം കുളപ്പുള്ളിയിൽ. മനുഷ്യപക്ഷം ചേർന്ന് പ്രവർത്തിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രശസ്തി ഏറെ വർദ്ധിച്ചിരിക്കുകയാണെന്ന് DYFI സംസ്ഥാന കമ്മിറ്റി അംഗം K അനുശ്രീ. പാലക്കാട് സ്റ്റേ വയറിൽ കുടുങ്ങി ഇരുചക്ര വാഹന യാത്രക്കാരന് ഗുരുതര പരിക്ക്. പാലക്കാട് പുത്തൂർ സ്വദേശി ശശികുമാറിനാണ് പരിക്കേറ്റത്. വാർത്തകൾ വിശദമായി. ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ കേരളത്തിന് ചരിത്ര നേട്ടമെന്ന് നടനും സംവിധായകനുമായ ബേസിൽ ജോസഫ്. മഹാനടൻ മമ്മൂട്ടിക്ക് 4ാമതും കിട്ടിയ ദേശീയ പുരസ്കാരം ഓരോ മലയാളിയുടെയും തിളക്കമാണെന്നും ബേസിൽ ജോസഫ് പറഞ്ഞു. പാലക്കാട് മണ്ഡലത്തിലെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന രമേഷ് പിഷാരടിയുടെ ജയ ജയ ജയം ഹോ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ പുരസ്കാരങ്ങളിൽ മലയാളത്തിനെന്നും ഇടമുണ്ട്. മലയാള സിനിമാ ലോകത്തെ ബഹുമാനത്തോടെ വീക്ഷിക്കുന്നവരാണ് ദേശീയ ചലച്ചിത്ര മേഖല. മമ്മൂട്ടിക്ക് പുരസ്കാരം ലഭിച്ചതിൽ അഭിമാനമുണ്ട്. അതോടൊപ്പം എല്ലാ പുരസ്കാര ജേതാക്കളെയും അഭിനന്ദിക്കുന്നു. ദേശീയ പുരസ്കാര നേട്ടത്തിൽ കേരളം ചരിത്രം ആവർത്തിച്ചതായും ബേസിൽ ജോസഫ് പറഞ്ഞു. മത്സരങ്ങളും പരീക്ഷകളും ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇത് ജീവിതത്തിലുടനീളം തുടരും. പ്രതിസന്ധികളെ ശാന്തമായി നേരിടുന്നവർ വിജയത്തിലെത്തും. പരീക്ഷകളിൽ പരാജയപ്പെട്ടവർ കഴിവില്ലാത്തവരല്ല. അവർക്ക് മറ്റു പല മേഖലകളെക്കുറിച്ചും അറിവുണ്ടാവും. അവിടെ അവർ വിജയം കൈവരിക്കുമെന്നും വിദ്യാർത്ഥികൾക്കുള്ള എക്സലൻസി അവാർഡ് ദാനം ഉദ്ഘാടനം ചെയ്ത് ബേസിൽ പറഞ്ഞു. ഒരിക്കലും തീരാൻ പോകുന്നില്ല. സ്ട്രഗിൾ എന്ന് പറയുന്നില്ല. ഈ ഒരു ഈ റേസ് എവിടെയും തീരാൻ പോകുന്നില്ല. ഞാനാണെങ്കിൽ സിനിമയിൽ വന്നു സിനിമയിലെത്തിയല്ലോ, ഇനി രക്ഷപ്പെട്ടല്ലോ എന്ന് പറയുന്നിടത്തൊന്നിട്ടാണ് ആക്ച്വലി ശരിക്കുമുള്ള സ്ട്രഗിൾ തുടങ്ങുന്നത്. സിനിമയിൽ വന്നതിന് ശേഷമാണ്. കാരണം പിന്നെ പിടിച്ചു നിൽക്കാനുള്ള ഒരു ഓട്ടമാണ്. അപ്പോൾ അതെന്നും ഓടിക്കൊണ്ടേയിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു വിജയത്തിൻ്റെ ഒരു ഫോർമുല എന്ന് പറയുന്നത്. ചടങ്ങിൽ MLA രമേഷ് പിഷാരടി അധ്യക്ഷത വഹിച്ചു. പാലക്കാട് നിയോജകമണ്ഡലത്തിലെ സർക്കാർ എയ്ഡഡ് മേഖലകളിൽ നിന്നുള്ള SSLC +2 പരീക്ഷകളിൽ നിന്ന് ഉന്നത വിജയം നേടിയ 820 വിദ്യാർത്ഥികളെയാണ് ജയ ജയ ജയം ഹോം പരിപാടിയിൽ അനുമോദിച്ചത്. സ്കൂൾ അധികൃതർ, PTA ഭാരവാഹികൾ, രക്ഷിതാക്കൾ, വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കഞ്ചിക്കോട് ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികളെ യാതൊരു കാരണവുമില്ലാതെ തല്ലിയ അധ്യാപകനെ പിരിച്ചുവിടണമെന്ന് പുതുശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. PT പീരിയഡ്സിൽ കളിക്കാനിറങ്ങിയ വിദ്യാർത്ഥികളെയാണ് കായികാധ്യാപകൻ സാദിഖ് ക്രൂരമായി ചൂരൽ കൊണ്ട് അടിച്ചത്. 16 പെൺകുട്ടികൾ ഉൾപ്പെടെ 27 കുട്ടികളെ മർദ്ദിച്ചെന്ന രക്ഷിതാക്കളുടെ പരാതിയിൽ വാളയാർ പോലീസ് കേസെടുത്തു. മാതൃകയാക്കേണ്ട അധ്യാപകർ തന്നെ ഇത്തരം പ്രവണതകൾ സ്വീകരിക്കുമ്പോൾ അവരെ സംരക്ഷിക്കുന്ന നിലപാടുണ്ടാകരുത്. ഇതേ അധ്യാപകനെതിരെ മുൻപും അധ്യാപികമാർ പരാതി പറഞ്ഞിട്ടും ഇത് സംഘടനകൾ ഒതുക്കി തീർക്കുകയാണുണ്ടായത്. കഞ്ചിക്കോട് സ്കൂൾ CPM പാർട്ടി ഓഫീസാക്കി കൊണ്ടുപോവുകയാണെന്നും ഇടത് അധ്യാപക ജീവനക്കാർ അതിന് ചുക്കാൻ പിടിക്കുകയാണെന്നും INTUC ജില്ലാ പ്രസിഡന്റ് SK അനന്തകൃഷ്ണൻ പറഞ്ഞു. പരിക്കേറ്റ വിദ്യാർത്ഥിനിയെ സന്ദർശിച്ച നേതാക്കൾ അധ്യാപകനെ പിരിച്ചുവിടുന്നവരെ സമരരംഗത്തുണ്ടാകുമെന്ന് ഉറപ്പു നൽകി. ജില്ലാ സെക്രട്ടറിമാരായ കളത്തിൽ കൃഷ്ണൻകുട്ടി, വിജയ്, ഹൃദയരാജ്, മണ്ഡലം പ്രസിഡന്റ് PB ഗിരീഷ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് P മുരുകാനന്ദൻ, INTUC ജില്ലാ ഭാരവാഹികളായ N മുരളീധരൻ, രാംകുമാർ, യൂത്ത് കോൺഗ്രസ് മലമ്പുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീകുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ ഓമന, ക്രൂസ് വിമല, പ്രജിത, പ്രതിഭ, നേതാക്കളായ സുദർശൻ, സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കർഷകരോടും തൊഴിലാളികളോടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്ന് കേരള കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK രാജേന്ദ്രൻ പറഞ്ഞു. കേരള കർഷക സംഘം ഒറ്റപ്പാലം ഏരിയ സമ്മേളനം കുളപ്പുള്ളിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുളപ്പുള്ളിയിലെ KMIC ഓഡിറ്റോറിയമായ P ബാബു നഗറിൽ കർഷക സംഘം ഒറ്റപ്പാലം ഏരിയ പ്രസിഡന്റ് U രാജഗോപാൽ പതാക ഉയർത്തിയതോടെയാണ്
സമ്മേളന നടപടികൾക്ക് തുടക്കമായത്. തുടർന്ന് നേതാക്കൾ പുഷ്പാർച്ചനയും നടത്തി. തുടർന്ന് നടന്ന ഏരിയ സമ്മേളനം കേരള കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സർവദേശീയമായി തന്നെ തൊഴിലാളികളും കൃഷിക്കാരും സാധാരണ ജനങ്ങളും വലിയ പ്രതിസന്ധികളെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ രാജ്യത്തെയും വിവിധ ജനവിഭാഗങ്ങൾ മാത്രമല്ല, മൂന്നാം ലോക രാജ്യങ്ങൾ തന്നെ അത്തരത്തിലുള്ള വലിയ തിരിച്ചടികൾ നേരിട്ടുകൊണ്ട് ആണ് മുമ്പോട്ട് പോകുന്നത്. സാർവദേശീയമായി ഉണ്ടാകുന്ന എല്ലാ ചലനങ്ങളും പ്രശ്നങ്ങളും ഏരിയ പ്രസിഡന്റ് U രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. രാമൻകുട്ടി അനുശോചന പ്രമേയവും TR ശശി രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു. M സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞ സമ്മേളനത്തിൽ നേതാക്കളായ MR മുരളി, KD പ്രസന്നൻ, S കൃഷ്ണദാസ്, ശോഭന പ്രസാദ്, KP സുധീർ, രാമൻകുട്ടി, നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P നിർമ്മല തുടങ്ങിയവർ പ്രസംഗിച്ചു. 300 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചർച്ച, പ്രമേയാവതരണം, പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കലും ഉണ്ടായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മനുഷ്യപക്ഷം ചേർന്ന് പ്രവർത്തിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രസക്തി ഏറെ വർദ്ധിച്ചിരിക്കുകയാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം K അനുശ്രീ പറഞ്ഞു. ഷൊർണൂരിൽ 32ാമത് U വിനോദ്കുമാർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. സോഷ്യലിസം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരികയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ലോകത്തെ അറിയാൻ, ലോകത്തുള്ള നാനാഭാഗത്തുള്ള രാജ്യങ്ങളോട് ഐക്യപ്പെടാൻ ഒരു വേൾഡ് കപ്പ് മാത്രം മതിയാവില്ല. അല്ലെങ്കിൽ ഒരു വേൾഡ് കപ്പ് തുടങ്ങുമ്പോഴല്ല ഈ നാട്ടിലെ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ ലോകത്തെ പറ്റി സംസാരിക്കുന്നത്. അവിടെയാണ് ഇടതുപക്ഷത്തിന്റെ പ്രസക്തി. രാവ് പുലർന്നു കഴിഞ്ഞാൽ അന്തിയാകുന്നത് വരെയും ലോകത്തെല്ലായിടത്തുമുള്ള മനുഷ്യന്റെ സമാധാനത്തിന് വേണ്ടി സമയം മാറ്റിവെക്കാൻ പഠിപ്പിച്ചൊരു പ്രത്യയശാസ്ത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. അതായത് വേൾഡ് കപ്പ് ആരംഭിക്കുമ്പോൾ പെട്ടെന്ന് ഉണരുന്നതല്ല, മറിച്ച് യുദ്ധങ്ങൾ വരുമ്പോൾ, കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ, വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ, അഭയാർത്ഥി പ്രവാഹങ്ങൾ ഉണ്ടാകുമ്പോൾ, എന്തൊക്കെ സംഭവിക്കുമ്പോഴും ഡിവൈഎഫ്ഐ ഷൊർണൂർ വില്ലേജ് ജോയിന്റ് സെക്രട്ടറിയും SFI ഏരിയ സെക്രട്ടറിയുമായിരുന്ന U വിനോദ്കുമാർ വിട്ടുപിരിഞ്ഞിട്ട് ജൂലൈ 18-ന് 32 വർഷം തികഞ്ഞതിന്റെ ഭാഗമായാണ് ശനിയാഴ്ച വൈകിട്ട് ഷൊർണൂർ മൈൽവാനം കമ്മ്യൂണിറ്റി ഹാളിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. S കൃഷ്ണദാസ്, MK ജയപ്രകാശ്, MR മുരളി, P സിന്ധു, ND ദിൻഷാദ്, ചെയർപേഴ്സൺ P നിർമ്മല, VK അനുരാജ്, ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി C രാകേഷ്, ദുർഗാദാസ്, വിനീത്, മിഥുൻ, അഖില, MK ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ ഷൊർണൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മമ്മൂട്ടിക്കൊപ്പം തന്നെയും അവാർഡിന് പരിഗണിച്ചതിൽ അഭിമാനവും സന്തോഷവുമുണ്ടെന്ന് ആസിഫ് അലി പറഞ്ഞു. തന്റെ പേരും ലിസ്റ്റിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നുവെന്നും മലയാളത്തിലേക്ക് വീണ്ടും കേന്ദ്ര ചലച്ചിത്ര അക്കാദമി അവാർഡ് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും അത് മമ്മൂട്ടിക്ക് തന്നെ കിട്ടിയതിലും വലിയ സന്തോഷമാണെന്നും ആസിഫ് അലി പറഞ്ഞു. ഒപ്പം നോമിനേഷൻ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാനും ഉച്ചയ്ക്കാണ് ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് ഇന്ന് ഉണ്ടാവും എന്ന് അറിഞ്ഞത്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. എന്തായാലും നോമിനേഷൻ ലെവൽ വരെയൊക്കെ എത്താൻ പറ്റിയത് തന്നെ വലിയൊരു പ്രിവിലേജ് ആയിട്ട് കാണുന്നു. അത് മമ്മൂക്കയുടെ ഒപ്പൊക്കെയാണ് പരിഗണിച്ചത്, അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവില്ലല്ലോ. പിന്നെ ഉറപ്പായിട്ടും അത് സംസ്ഥാന അവാർഡിന്റെ സമയത്തും ഞാൻ പറഞ്ഞിരുന്നതാണ്. അത് അദ്ദേഹത്തിനോടൊപ്പം ഷെയർ ചെയ്യാൻ പറ്റിയത് വലിയൊരു അഭിമാനകരമായൊരു നിമിഷമായിരുന്നു. പാലക്കാട് സ്റ്റേ വയറിൽ കുടുങ്ങി ഇരുചക്രവാഹന യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു. പാലക്കാട് പുത്തൂർ സ്വദേശി ശശികുമാറിനാണ് പരിക്കേറ്റത്. രാവിലെ മീൻ വാങ്ങിക്കാൻ വരുമ്പോൾ പുത്തൂരിൽ വെച്ചായിരുന്നു അപകടം. മീൻ വാങ്ങി തിരിച്ച് യാത്ര ചെയ്യുമ്പോഴാണ് തൂങ്ങിക്കിടന്നിരുന്ന സ്റ്റേ വയർ കഴുത്തിൽ കുടുങ്ങി അപകടമുണ്ടായത്. തലയിടിച്ച് വീണ് പരിക്കേറ്റ് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിച്ചു. തലയിൽ രക്തം കട്ടപിടിച്ചതായി ആശുപത്രി അധികൃതർ പറഞ്ഞതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി ശശികുമാറിനെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. CPM നേതാക്കൾക്കെതിരെ ED കള്ളക്കേസുകൾ എടുക്കുന്നു എന്ന് ആരോപിച്ച് ചെറുതുരുത്തി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്ന് നടന്ന പൊതുയോഗം UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിനകത്ത് യഥാർത്ഥത്തിൽ കള്ളപ്പണം തടയാനും കള്ളപ്പണത്തിന്റെ ഒഴുക്ക് തടയാനും വേണ്ടി ഉള്ള ഇടപെടൽ നടത്തിയതിന് പകരം രാജ്യത്ത് ആരെല്ലാം BJP സർക്കാരിനെതിരായി ശബ്ദിക്കുന്നു, ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടികൾ നേതാക്കന്മാർ BJPക്ക് ചൊൽപ്പടി നിൽക്കാത്ത ആളുകളുണ്ടെങ്കിൽ, നേതാക്കന്മാരുണ്ടെങ്കിൽ അവരെല്ലാം
ഈ ആയുധം ഉപയോഗിച്ചുകൊണ്ട്, ആയുധം എന്ന് പറഞ്ഞത് ED എന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തുന്നു, അവരെ വളയുന്നു, അവരെ ജയിലിൽ അടയ്ക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നു. ഇങ്ങനെ രാജ്യത്തെമ്പാടും BJPക്കെതിരായി ആരെല്ലാം ശബ്ദിക്കുന്നു. ചെറുതുരുത്തി ചുങ്കത്ത് നിന്ന് നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തുടങ്ങിയ പ്രകടനം കൊച്ചിൻ പാലം ചുറ്റി ചെറുതുരുത്തി ടൗണിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. മറ്റു നേതാക്കളായ VS ശശിധരൻ, MA മൻസൂർ, നിർമ്മലാ ദേവി, KT വിജയൻ, IG മാനി തുടങ്ങിയവർ സംസാരിച്ചു. LC സെക്രട്ടറി CP ഹരിദാസ് സ്വാഗതവും പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം KP അനിൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ ലയൺസ് ക്ലബിന്റെ 2026-27 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു. ലയൺസ് PMJF MK അഷറഫിന്റെ സാന്നിധ്യത്തിലായിരുന്നു സ്ഥാനാരോഹണം. വിവിധ വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. ഞായറാഴ്ച രാവിലെ ഷൊർണൂർ മയിൽവാവനം വിവാഹ ഹാളിൽ വെച്ചാണ് ഷൊർണൂർ ലയൺസ് ക്ലബിന്റെ 2026-27 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും VDGSന്റെ ഫസ്റ്റ് വിസിറ്റിംഗും സംഘടിപ്പിച്ചത്. ലയൺസ് PMJF KM അഷ്റഫ് വിശിഷ്ടാതിയായി പങ്കെടുത്തു. ക്ലബിന്റെ സാമൂഹ്യ സോഷ്യൽ ആക്ടിവിറ്റീസ് നിങ്ങൾ കൂടുതൽ ആക്റ്റീവായിട്ട് തുടർന്നാൽ നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തെ സഹായിക്കുക എന്നുള്ളതാണ് ദാസേട്ടൻ്റെയും മോഹനേട്ടൻ്റെയും ഉത്തരവാദിത്തം. അദ്ദേഹത്തിന് എവിടെയാണ് ആവശ്യമുള്ളത് വെച്ചെങ്കിൽ നിങ്ങൾ മീറ്റിംഗ് കൂട്ടി ബോർഡിൽ ഇരുന്ന് നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരു സൈഡിൽ എഴുതുക. നിങ്ങൾ അടുത്ത ദിവസം തന്നെ കൂടിയിട്ട് എടുക്കേണ്ട തീരുമാനം. നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പുറത്തെ സൈഡ് എഴുതുക. ഈ നെഗറ്റീവിനെയും പോസിറ്റീവിനെയും കമ്പയർ ചെയ്യും. എങ്ങനെ നമുക്കിതിനെ ഈ നെഗറ്റീവിനെ പോസിറ്റീവാക്കി മാറ്റാൻ പറ്റും. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് NS സണ്ണി, സെക്രട്ടറി V രാധാകൃഷ്ണൻ, ട്രഷറർ ഡോക്ടർ മനോജ് V തോമസ് എന്നിവരടങ്ങുന്ന ഭാരവാഹികളാണ് സ്ഥാനമേറ്റത്. പുതിയ പ്രസിഡന്റായി സ്ഥാനമേറ്റ NS സണ്ണി മറുപടി പ്രസംഗവും നടത്തി. എപ്പോഴും ഒരു ത്രികാല ജ്ഞാനിയെ ഞാൻ നേതാവായിട്ട് കണക്കാക്കിയിട്ടുള്ളൂ. എന്നുവെച്ചാൽ ഭാവിയെ കാണാൻ കഴിയുന്ന ഒരാൾ മാത്രമേ, എൻ്റെ മനസ്സിൽ ഗാന്ധിജി മാത്രമേ അങ്ങനെ ഒരു നേതാവായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ളവരെ ഇലക്ട് ചെയ്ത് ഏതെങ്കിലും ഒരു നേതാവാക്കിയപ്പോഴത്തേക്ക് ഞാൻ നേതാവ് ആണെന്ന് പറയുക മാത്രമേ ഉള്ളൂ. പക്ഷേ ആ നേതാവിൻ്റെ ഭാവം, അതിൻ്റെ ആ കഴിവ്, അതിന് വേണ്ടത് അയാൾക്ക് ഒരിക്കലും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഞാൻ അതുപോലുള്ളവരാണ്. അപ്പോൾ എൻ്റെ എല്ലാ ഇമ്പോർട്ടൻസ്. ഡോക്ടർ K വേണുഗോപാൽ, മുൻ പ്രസിഡന്റ് C പ്രമോദ്, രതീഷ്, സന്ദീപ് സുബ്രഹ്മണ്യൻ, VV വേണുഗോപാലൻ, ഡോക്ടർ സന്ധ്യകുമാർ, ശശികുമാർ ഗീതാഞ്ജലി, ഡോക്ടർ മനോജ് V തോമസ്, VN ദാസ് തുടങ്ങിയവർ സംസാരിച്ചു. NS സണ്ണി ചടങ്ങിൽ റിപ്പോർട്ടും അവതരിപ്പിച്ചു. വിവിധ വ്യക്തിത്വങ്ങളെ KM അഷ്റഫ് പൊന്നാടയണിച്ച് ആദരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ കല്ലിപ്പാടത്ത് BJP 16-ാം വാർഡ് കമ്മിറ്റിയും ചൈതന്യ ആയുർവേദ ക്ലിനിക്കും സംയുക്തമായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. രാവിലെ മുതൽ ഉച്ചവരെ നീണ്ടുനിന്ന ക്യാമ്പിൽ 100ഓളം പേർ ചികിത്സ തേടി. ആരോഗ്യമാണ് സമ്പത്ത്, ആയുർവേദമാണ് ജീവിതശൈലി എന്ന തലക്കെട്ടിലാണ് BJP 16-ാം വാർഡ് കമ്മിറ്റിയും ചൈതന്യ ആയുർവേദ ക്ലിനിക്കും സംയുക്തമായി ഞായറാഴ്ച രാവിലെ മുതൽ ഉച്ചവരെ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഡോക്ടർമാരായ MK ഫുഹനാസ്, AK ശാരിക എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. നേരത്തെ ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം 16-ാം വാർഡ് കൗൺസിലർ M രമാദേവി നിർവഹിച്ചു. PC രാജീവ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. വിദഗ്ധ ഡോക്ടർമാരുടെ സൗജന്യ പരിശോധന, രോഗനിർണയവും ചികിത്സാ നിർദ്ദേശങ്ങളും, പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, അമിതവണ്ണം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള കൗൺസിലിംഗ് തുടങ്ങിയവയാണ് ക്യാമ്പിൽ ലഭ്യമായ സേവനങ്ങൾ. ഉച്ചവരെ നീണ്ടുനിന്ന ക്യാമ്പിൽ 100ഓളം പേർ ചികിത്സ തേടി. ന്യൂസ് സെന്റർ ഷൊർണൂർ. മുണ്ടായ സനാതന ധർമ്മവേദിയുടെ ആഭിമുഖ്യത്തിൽ രാമായണ മാസത്തോടനുബന്ധിച്ച് ജ്ഞാനയജ്ഞം സംഘടിപ്പിച്ചു. മുണ്ടമുഖ LP സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി വാർഡ് കൗൺസിലർ K നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കാരണം നമുക്ക് ഇങ്ങനെ സനാതന ധർമ്മങ്ങളെ പറ്റി വിശദീയമായ പല കാര്യങ്ങളിലൊക്കെ ഭക്തി സാന്ദ്രമായ പല കാര്യങ്ങളിലും നമുക്ക് പങ്കെടുക്കാൻ പറ്റില്ലെങ്കിൽ കൂടി അതിനുവേണ്ട എല്ലാവിധ കാര്യങ്ങൾക്കും അറിയാൻ
രാമായണത്തെക്കുറിച്ചുള്ള പ്രഭാഷണവും ശ്രീരാമപൂജയും ഉൾപ്പെടെയുള്ള ആത്മീയ പരിപാടികളാണ് ചടങ്ങിൽ നടന്നത്. ശ്രീകല ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മംഗലം മണി സ്വാഗതം പറഞ്ഞു. കവളപ്പാറ ആലമ്പള്ളിമന AM സനിൽ മുഖ്യപ്രഭാഷണം നടത്തി. മുണ്ടമുഖ തെക്കിനിയേരത്തുമന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ആധ്യാത്മിക പ്രഭാഷണവും നടത്തി. RK അഭിലാഷ് നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ ഷൊർണൂർ. കണയം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ പാരായണത്തിനും വിശേഷാൽ ചടങ്ങുകൾക്കും തുടക്കമായി. ഞായറാഴ്ച മുകുന്ദൻ മാസ്റ്ററുടെ പ്രഭാഷണവും ഉണ്ടായിരുന്നു. നിരവധി ഭക്തർ ക്ഷേത്ര ദർശനത്തിനായി എത്തിയിരുന്നു. കണയം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കണയം ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് രാമായണ മാസാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നത്. ജൂലൈ 17 മുതൽ എല്ലാ ദിവസങ്ങളിലും രാമായണ പാരായണവും വിശേഷാൽ പൂജകളും വൈകുന്നേരങ്ങളിൽ നിറമാലകളും നടന്നു വരുന്നുണ്ട്. കൂടുതൽ വിശേഷാൽ പൂജകൾക്ക് പുറമെ രാവിലെ 9 മണി മുതൽ 10:30 വരെ തവനൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പ്രിൻസിപ്പൽ സ്മിതാദാസിന്റെ പ്രഭാഷണവും നടക്കുന്നുണ്ട്. കൂടാതെ ലഘുഭക്ഷണ വിതരണവും നടത്തുന്നുണ്ട്. കുറുമ്പയുടെ തിരുസന്നിധിയിൽ കർക്കിടകം 1 മുതൽ 31 കൂടി രാമായണ പാരായണവും മറ്റു വിശേഷാൽ പൂജകളും നടത്തിവരുന്നുണ്ട്. കൂടാതെ ഞായറാഴ്ചകളിൽ മാത്രം മഹത് വ്യക്തിത്വങ്ങളുടെ പ്രഭാഷണവും സംഘടിപ്പിച്ചിട്ടുണ്ട്. 19-ന് ഞായറാഴ്ച രാവിലെ കടമ്പഴിപ്പുറം മുകുന്ദൻ മാസ്റ്ററുടെ പ്രഭാഷണമുണ്ടായി. ഒരു പഞ്ഞമാസമായിട്ട് ഭീകരമാസമായിട്ട് അയൽവീടുകളിൽ പത്തിരുന്ന് എന്ന് പറഞ്ഞ് അന്നത്തിന് വേണ്ടി നടത്തുന്ന ഒരു കാലത്ത് പോയി ഇന്ന് കർക്കിടക മാസത്തെ ചിങ്ങമാസത്തേക്കാൾ കൂടുതൽ ആഘോഷമാക്കിയിട്ട് സ്വാംശീകരിക്കാനാണ് എല്ലാവരും ചെറിയ അതിലൊരു ലക്ഷണം ജൂലൈ 1-ാം തീയതി തുടങ്ങി ഫോൺ വിളികൾ കർക്കിടക മാസത്തെ ഓർമ്മിച്ചുകൊണ്ട് കർക്കിടക മാസത്തിലെ എല്ലാ ഞായറാഴ്ചകളും വ്യാഴാഴ്ചകളും ഇപ്പോൾ നമുക്ക് 2 വാക്കുകൾ കൂട്ടി പറയാൻ കഴിയുന്ന കാവുങ്ങൽ കുടുംബമാണ് ഞായറാഴ്ചത്തെ പ്രഭാഷണം സംഘടിപ്പിച്ചത്. ചടങ്ങിൽ പ്രസിഡന്റ് K പരമേശ്വരൻ മാസ്റ്റർ, A ശ്രീനാരായണൻ തുടങ്ങിയവരും സന്നിധരായിരുന്നു. 26-ന് ഞായറാഴ്ച പെരുമുടിയൂർ ശിവകുമാരൻ മാസ്റ്ററും, ഓഗസ്റ്റ് 2-ന് ഞായറാഴ്ച മീന ബഹൻ, ഓഗസ്റ്റ് 9-ന് ഞായറാഴ്ച അയിലൂർ അഖിൽമാരാരുടെ സോപാന സംഗീതം, ഓഗസ്റ്റ് 16-ന് ഞായറാഴ്ച ഐശ്വര്യപൂജ എന്നിവയും സംഘടിപ്പിക്കും. രാവിലെ ക്ഷേത്ര ദർശനത്തിനായി നിരവധി ഭക്തജനങ്ങൾ എത്തിയിരുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. കല്ലിപ്പാടം ഇരട്ടമ്പലം ശിവക്ഷേത്രത്തിൽ ഔഷധക്കഞ്ഞി വിതരണം ഞായറാഴ്ച ആരംഭിച്ചു. വൈകുന്നേരങ്ങളിൽ രാമായണ പാരായണവും നടക്കുന്നുണ്ട്. ഓഗസ്റ്റ് 9-ന് ആനയൂട്ടും നടക്കും. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ഇരട്ടമ്പലം ശിവക്ഷേത്രത്തിൽ ഞായറാഴ്ചയാണ് ഔഷധകഞ്ഞി വിതരണത്തിന് ആരംഭമായത്. ഇരട്ടമ്പലം ശിവക്ഷേത്ര സംരക്ഷണ സമിതി മുൻ പ്രസിഡന്റും പുനരുദ്ധാരണ കമ്മിറ്റി ജനറൽ കൺവീനറുമായിരുന്ന പത്മവിലോചനൻ ഔഷധകഞ്ഞിയുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൗൺസിലർ ഗോപകുമാർ, കമ്മിറ്റി അംഗങ്ങളായ രാജഗോപാലൻ മാസ്റ്റർ, K ചന്ദ്രൻ, വിശ്വനാഥൻ നായർ, രമണി വിലോചനൻ തുടങ്ങിയവർ സന്നിധരായിരുന്നു. വൈകുന്നേരങ്ങളിൽ രാമായണ പാരായണവും നടക്കുന്നുണ്ട്. ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് 9-ന് ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തീയന്നൂർ കൃഷ്ണചന്ദ്രൻ നമ്പൂരിപ്പാന്റെ കാർമ്മികത്വത്തിലായിരിക്കും ചടങ്ങുകൾ നടക്കുക. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ മഞ്ഞക്കാട് ശ്രീ ബാലഭദ്ര ദേവി ക്ഷേത്രത്തിൽ നടന്ന ആനയൂട്ട് ഭക്തിസാന്ദ്രമായി. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഭഗവത് സേവയും ഉണ്ടായിരുന്നു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായാണ് ക്ഷേത്രത്തിൽ വർഷം തോറും കർക്കിടകം 30 ഞായറാഴ്ച നടത്തിവരുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ആനയൂട്ട്, ഭഗവത് സേവ എന്നിവ നടന്നത്. ക്ഷേത്രം തന്ത്രി തീയന്നൂർ ശ്രീധരൻ നമ്പൂരിപ്പാടിന്റെയും ക്ഷേത്രം മേൽശാന്തി രാജേന്ദ്ര ഭട്ടിന്റെയും മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ആനയൂട്ടിൽ നിരവധി ഭക്തരാണ് പങ്കെടുത്തത്. ക്ഷേത്രം പ്രസിഡന്റ് രാമചന്ദ്രൻ, സെക്രട്ടറി രാധാകൃഷ്ണൻ, ഖജാൻജി രാജൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ കേരളത്തിന് ചരിത്ര നേട്ടമെന്ന് നടനും സംവിധായകനുമായ ബേസിൽ ജോസഫ്. മഹാനടൻ മമ്മൂട്ടിക്ക് 4-മതും കിട്ടിയ ദേശീയ പുരസ്കാരം ഓരോ മലയാളിയുടെയും തിളക്കമാണെന്നും ബേസിൽ ജോസഫ്. മമ്മൂട്ടിക്കൊപ്പം തന്നെയും അവാർഡിന് പരിഗണിച്ചതിൽ അഭിമാനവും സന്തോഷവും ഉണ്ടെന്ന് ആസിഫ് അലി. തന്റെ പേര് ലിസ്റ്റിലുണ്ടെന്നറിഞ്ഞപ്പോൾ വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നുവെന്നും മലയാളത്തിലേക്ക് വീണ്ടും കേന്ദ്ര ചലച്ചിത്ര അവാർഡ് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ആസിഫ് അലി. കഞ്ചിക്കോട് ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികളെ യാതൊരു കാരണവുമില്ലാതെ തല്ലിയ അധ്യാപകനെ പിരിച്ചുവിടണമെന്ന് പുതുശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. PT പീരിയഡ്സിൽ കളിക്കാനിറങ്ങിയ വിദ്യാർത്ഥികളെയാണ് കായികാധ്യാപകൻ ചൂരൽ കൊണ്ട് ക്രൂരമായി മർദ്ദിച്ചത്. 16 പെൺകുട്ടികൾ ഉൾപ്പെടെ 27 കുട്ടികളെ മർദ്ദിച്ചെന്ന രക്ഷിതാക്കളുടെ പരാതിയിൽ
കേസെടുത്ത് വാളയാർ പോലീസ്. കർഷകരോടും തൊഴിലാളികളോടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്ന് കേരള കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK രാജേന്ദ്രൻ. കേരള കർഷക സംഘം ഒറ്റപ്പാലം ഏരിയ സമ്മേളനം കുളപ്പുള്ളിയിൽ. മനുഷ്യപക്ഷം ചേർന്ന് പ്രവർത്തിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രശസ്തി ഏറെ വർദ്ധിച്ചിരിക്കുകയാണെന്ന് DYFI സംസ്ഥാന കമ്മിറ്റി അംഗം K അനുശ്രീ. പാലക്കാട് സ്റ്റേ വയറിൽ കുടുങ്ങി ഇരുചക്ര വാഹന യാത്രക്കാരന് ഗുരുതര പരിക്ക്. പാലക്കാട് പുത്തൂർ സ്വദേശി ശശികുമാറിനാണ് പരിക്കേറ്റത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു.